ഹായ്. 2 ദിവസമായിട്ട് നമ്മുടെ ഫീഡിലൊക്കെ വന്നിട്ടുള്ള ഒരു ന്യൂസാണിത്. മോദിയുടെ വിദേശയാത്രകൾക്ക് വേണ്ടിയിട്ട് 557 കോടി. ഇന്ത്യക്ക് എന്തു നേട്ടം? ഇതാണ് ആ ഒരു ന്യൂസിന്റെ സാരാംശം. ആദ്യമായി തന്നെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഹയർ ഒഫീഷ്യൽസുമായിട്ടോ ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന് പിന്നിൽ കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ടാവും. ഉദാഹരണത്തിന് ട്രേഡ് ഡീൽസ്, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, അല്ലെങ്കിൽ ടെക്നോളജി സപ്പോർട്ട്, എനർജി സപ്പോർട്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിക്കുന്നത് തന്നെ. അതിനപ്പുറത്തേക്ക് ഒരു പേഴ്സണൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കുടുംബ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ സംഘടിപ്പിക്കുന്ന ഒരു കൂടിക്കാഴ്ച അല്ല. ഈ ഒരു വിദേശ മീറ്റിങ്ങുകൾ, വിദേശ കൂടിക്കാഴ്ചകൾ കൊണ്ട് ഇന്ത്യക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടായി എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ബെനിഫിറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇന്ത്യക്ക് എന്തെല്ലാം മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടായി എന്നത് മാത്രമല്ല, ഇതുവഴി ഇന്ത്യക്കുണ്ടായ സ്ട്രാറ്റജിക് ആൻഡ് ഡിപ്ലോമാറ്റിക് ബെനിഫിറ്റ്സും കൂടി നമ്മൾ കണക്കാക്കേണ്ട ഒന്നാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറയാം. നമ്മൾ കൂടുതലും മോണിറ്ററി ബെനിഫിറ്റ്സിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ മോണിറ്ററി ബെനിഫിറ്റ്സിനെ പറ്റി തന്നെ ആദ്യം നോക്കാം. ഇന്ത്യയിൽ 2014-15 വർഷത്തിലുണ്ടായിരുന്ന FDI, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം 45 ബില്യൺ ആയിരുന്നു. പക്ഷേ ഇന്ന് 2025-26 അത് 82 ബില്യൺ ആണ്. അതായത് അത് 2014 ഉണ്ടായിരുന്നതിൻ്റെ ഡബിൾ FDI ആണ് പ്രതിവർഷം ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2014 മുതൽ 2026 വരെയുള്ള ഇന്ത്യയിലെ ടോട്ടൽ FDI എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു 750 ബില്യൺ അടുപ്പിച്ച് ഉണ്ടാവും. ഓക്കെ, അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മോണിറ്ററി ബെനിഫിറ്റ്സിനേക്കാളും നമുക്ക് മറ്റു പല കാര്യങ്ങളിലും ബെനിഫിറ്റ് ഉണ്ട്. ഉദാഹരണമായിട്ട് ഇന്ത്യയുടെ ഡിഫൻസ് എക്യുപ്മെൻസിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഇന്ത്യ ഇന്ന് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്ന മാത്രം ഒരു രാജ്യമല്ല. ഓക്കെ, ഇന്ത്യയുടെ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സിന് മറ്റ് വിദേശ രാജ്യങ്ങളിൽ വളരെയധികം ഡിമാൻഡുള്ള ഒരു കാര്യം കൂടിയാണിന്ന്. ഇന്ത്യയുടെ ബ്രഹ്മോസ്, ആകാശ്, പിനാക്ക തുടങ്ങിയ എല്ലാ ഇന്ത്യയിലെ ഡിഫൻസ് സിസ്റ്റത്തിനും അന്താരാഷ്ട്ര വിപണിയിൽ വളരെയധികം മാർക്കറ്റുള്ള ഒരു കാര്യമാണ്. 2013-14 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഡിഫൻസ് എക്യുപ്മെൻറ്റ് എക്സ്പോർട്ടിൽ നിന്ന് കിട്ടിയിരുന്നത് ഏകദേശം വെറും 680 കോടി രൂപ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് 2025-26 അത് ഏകദേശം 24,000 കോടി രൂപ അടുപ്പിച്ചാണ്. ഓക്കെ, ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. മോണിറ്ററി ബെനിഫിറ്റ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും നമുക്ക് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് പൊസിഷൻ എന്താണ് ഇന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ എന്നൊന്ന് നോക്കാം. ഇന്ത്യ ഇന്ന് ഒരേ സമയം അമേരിക്കയുമായിട്ടും റഷ്യയായിട്ടും ഇറാനായിട്ടും ഇസ്രായേലായിട്ടും ജപ്പാനായിട്ടും മറ്റ് ലോകരാജ്യങ്ങളുമായിട്ടെല്ലാം വളരെ നല്ല ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ഫോറിൻ പോളിസികളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റമാണ് ഇത് കാണിക്കുന്നത്. ഉദാഹരണത്തിന് 2017 ഇസ്രായേൽ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഓക്കെ, അതേസമയം തന്നെ ഇന്ത്യക്ക് ഇറാനുമായി 10 വർഷത്തേക്കുള്ള ചാബഹാർ പോർട്ട് അഗ്രിമെന്റ് നിലനിൽക്കുന്നുണ്ട്. ഇതിന് മറ്റൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഹോർമൂസ് കടലിടുക്ക് ക്ലോസ് ചെയ്ത ഇൻവെന്റിൽ പോലും ഇന്ത്യയെ അത് അത്രത്തോളം ബാധിച്ചിട്ടില്ല. കാരണം ഇന്ത്യയുടെ ട്രേഡ് റിലേഷൻ തന്നെയാണ്, മറ്റുള്ള വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് റിലേഷൻ തന്നെയാണ്. നമ്മൾ കണ്ടതാണ്, പല കപ്പലുകളും വരാത്ത സാഹചര്യത്തിലും ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഓയിൽ ഉപയോഗത്തിൻ്റെ 89% ഇന്ത്യ ഇമ്പോർട്ടിനെ മാത്രം ആശ്രയിച്ച് പോകുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്തിന് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയത്ത് പോലും പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഇന്ത്യയുടെ ഈ ട്രേഡിംഗ് റിലേഷൻസ് ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഇന്ന് ലോകരാജ്യങ്ങളിലിടയിൽ ഒരു ക്രൈസിസ് ഉണ്ടായാലും, ഒരു പ്രോബ്ലം ഉണ്ടായാലും അവിടെ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് എന്നറിയാൻ ഉറ്റുനോക്കുന്ന ഒരു പൊസിഷനിലേക്ക് ഇന്ത്യ വളർന്നു. അതുകൊണ്ട് തന്നെ 557 കോടി ചെലവായി എന്ന് പറയുമ്പോൾ അതുവഴി ഇന്ത്യക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായെന്ന് കൂടി ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ബൈ.